എന്താ ചേട്ടാ സ്ഥിതി? ഭയങ്കര ബ്ലാക്ക് പോവാണ് സംശയമാണ്. കറക്റ്റായ സമയം എത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അരുൺകുമാർ, നിങ്ങൾ എവിടേക്കെങ്കിലും പുറപ്പെടുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ. ഞാൻ വീണ്ടും ഒരു നമ്മൾ റിപ്പോർട്ടർ TV വീണ്ടും ഒരു മുന്നറിയിപ്പ് ഈ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കുകയാണ്. മിനിമം 4 മണിക്കൂർ മുന്നെങ്കിലും ഒരു യാത്ര പുറപ്പെടേണ്ട സ്ഥിതി, അതീവ ദയനീയമായ സ്ഥിതിയിലേക്ക് നമ്മുടെ ദേശീയപാതകളിലെ യാത്രകൾ എത്തിച്ചേർന്നിരിക്കുന്നു. മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രശ്നപരിഹാരം 60% പ്രശ്നപരിഹാരത്തിന് സാധ്യമാകുന്നത് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും തീരുമാനിച്ചാൽ പകുതി പ്രശ്നങ്ങൾ തീരാവുന്നേ ഉള്ളൂ. കുഴികൾ അടയ്ക്കുക, ആ കുഴികൾ വീണ്ടും തുറക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് മഴ പെയ്യുമ്പോൾ അത് വീണ്ടും അടയ്ക്കുക. ആ പ്രക്രിയയായി മഴക്കാലം കഴിയുന്നവരെ തുടർന്നില്ലെങ്കിൽ ഇതേ ദയനീയമായ അവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത സ്ഥിതിയാകും. അത്രയേറെ പ്രതിസന്ധി. നമ്മൾ ഇപ്പോൾ അരുൺകുമാറി കാണുന്ന വലിയ ബസ്സുകൾ, കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. എവിടെയാണ് കിടക്കുന്നത്? ദേശീയപാതയിലാണ് കിടക്കുന്നത്. ഏറ്റവും വേഗത്തിൽ പോകേണ്ട, ഏറ്റവും സുരക്ഷിതവും സ്മൂത്തായി പോകേണ്ട ദേശീയപാതയിലാണ് ഇപ്പൊ ഈ പോയിട്ട് ഒരു പൈസ കൊടുക്കണമല്ലോ ഈ കാത്തിരിപ്പിനല്ലേ? അതാണ് എൻ്റെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. ടോൾ പിരിക്കുന്നതിൽ ഒരു കുറവുമില്ല, ടോൾ പിരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഇനി ടോൾ ബൂത്തിന് അവിടെ എത്തിയാൽ എന്താ സ്ഥിതി? ഈ വാഹനങ്ങൾ മണിക്കൂറുകൾക്ക് ഇവിടെ നിന്ന് ഗതാഗതക്കുരുക്കിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ ടോൾ ബൂത്തിലെത്തിയാൽ അവിടെയും ഇതിന് നീണ്ട നിരയാണ്. ഈ യാത്ര അതീവ ദുരിതമായ ഒരു കാലം ഇതിനു മുമ്പ് ഇത്രയേറെ ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ദേശീയപാതയിൽ പണി നടക്കുന്ന സമയത്ത്, ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സമയത്തേക്ക് അല്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ദേശീയപാതയിലൂടെയുള്ള യാത്ര സുഗമമായി പോകുന്നതിനിടയിലാണ് അടിപ്പാത നിർമ്മാണം വരുന്നത്. അടിപ്പാത നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ട എടുക്കേണ്ട മുൻകരുതലുകൾ പോലും ദേശീയപാത അതോറിറ്റി എടുത്തില്ല എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രശ്നം നിറഞ്ഞ കാര്യം. നാം ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ മുൻകരുതലുകൾ എടുക്കുക എന്ന ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം പോലും ചെയ്യാതെയാണ് അടിപ്പാത നിർമ്മാണത്തിന് ഇവർ ഇറങ്ങിയത് എന്നതാണ് ഏറ്റവും കുറ്റകരമായ കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിയാണ്. പിന്നെ അതിന് മോണിറ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിനും അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യം ഇവിടെയുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. അതായാലും അതീവ ദയനീയമായ ഒരു കാഴ്ചയും യാത്രയുമാണ് ഇപ്പോൾ നടക്കുന്നത്. അരുൺകുമാർ, ഈ തിരിച്ച് ജയ്സൺ എങ്ങനെ തൃശ്ശൂർ വരും? അതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുടെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ പാസിംഗ് ഔട്ട് പരേഡ്. അവിടേക്ക് നിൽക്കുമ്പോഴാണ് വലിയ രീതിയിൽ ആളുകൾ വിളിക്കുന്നു. എങ്ങനെ ഊരിക്കടക്കുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ 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 ജയ്സൺ, ഇത് ഈ കുരുക്ക് പ്രേക്ഷകർ പ്രത്യേകം കാണുക, അധികാരികൾ പ്രത്യേകിച്ച് കാണുക. 2 മണിക്കൂർ 3 മണിക്കൂർ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ നരകം. യാത്ര എന്നൊരു പേടി സ്വപ്നമാണ്. യാത്ര പേടി സ്വപ്നമാണ്. എത്തി എന്തായാലും ശുഭയാത്ര നേരുന്നില്ല. എന്തായാലും അത്രയും പെട്ടെന്ന് സ്ഥലത്തെത്താൻ കഴിയട്ടെ. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ശുഭയാത്ര നേരാൻ കഴിയുക അരുൺകുമാർ? ഒരു രീതിയിൽ ശുഭയാത്ര നേരാൻ കഴിയില്ല. ഓരോരുത്തരുടെ മനസ്സും അസ്വസ്ഥമാണ്. സന്തോഷത്തോടു കൂടിയൊക്കെ ഇറങ്ങിയേക്കുന്ന യാത്ര ഈ കുരുക്കി പെട്ട് കഴിഞ്ഞാൽ അതൊരു ദുരന്ത യാത്രയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമല്ലേ? നോക്കൂ, ഇതാണ് അവസ്ഥ. എന്നിട്ട് നേരെ ടോൾ ബൂത്തിൽ പോയിട്ട് അവിടെ 110 രൂപ 115 രൂപയൊക്കെ കൊടുത്തു വേണം കടന്നു പോകാൻ. 4 മണിക്കൂർ ഇങ്ങനെ നമ്മളെ ഈ ദേശീയപാതയിൽ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്കൊക്കെ കൃത്യസമയത്ത് ചെല്ലേണ്ട ആൾക്കാരാണ്. ഈ ചവിട്ടി മാത്രമല്ല, പ്രേക്ഷകർക്കറിയാം ഇതൊന്നും ഓട്ടോ മോഡിൽ പോകുന്ന വാഹനങ്ങളല്ലല്ലോ. ഈ ക്ലച്ച് ചവിട്ടി കാലൊരു പരുവാവും അങ്ങ് ചെല്ലുമ്പോഴേക്ക്. ഇങ്ങനെ അനങ്ങിയല്ലേ പോകുന്നത്. 4 മണിക്കൂറൊക്കെ വാഹനം ദേശീയപാതയിൽ കാത്തു കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും നമ്മളുടെ സംവിധാനത്തിൻ്റെ പോരായ്മയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവുന്ന മട്ടാണ്. മഴയാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ്, അവധി ദിവസം കഴിഞ്ഞ ആളുകളൊക്കെ വരുന്ന ദിവസങ്ങളായിരുന്നു. എന്നാലും വലിയ തിരക്കാണ്. 2 മുതൽ 3 മണിക്കൂർ വരെ നിങ്ങൾ പട്ടിക്കാട് ജംഗ്ഷനിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. പ്രത്യേകം സൂക്ഷിക്കുക. നേരത്തെ നിങ്ങൾ എവിടേക്കെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഇനി അത് നടക്കത്തില്ല. പ്രത്യേകിച്ച് പാലക്കാട് മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗത്ത്, തൃശ്ശൂർ ടു പാലക്കാട് ഭാഗത്തും വലിയ കുരുക്കാണ്. മണ്ണുത്തി ടു എടപ്പള്ളി ഭാഗത്തും വലിയ കുരുക്കാണ് എന്നുള്ളത് പ്രേക്ഷകരെ പ്രത്യേകം അറിയിക്കട്ടെ. അതുകൊണ്ട് ഇന്നലെയൊക്കെ രാത്രി പുറപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ എറണാകുളത്ത് എത്താമായിരുന്നു. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്.